ടീഷർട്ട് കൊള്ളാലോ. സൂപ്പർമാൻ മാധവന്റെ. എന്റെ ഫസ്റ്റ് നൈറ്റ് എത്ര പെട്ടെന്നാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ചെവിയായിട്ടൂടെ അവിടെ ചെന്ന് വിളിക്കോ? അവിടെ പോയി വിളിക്കണോ? കുഴപ്പമില്ല. മതി അഭിനയം മതി. കേക്ക് റെഡി, കേക്ക് റെഡി. വാ വാ വാ. കേക്ക് അതിനാണ്. ചമ്മിപ്പോയി. ദേവം വരുമ്പോ വെറുതെ ചിരിച്ചോട്ടോ. ഓക്കെ വരണ്ട. നോക്ക് നോക്ക് നോക്ക്. മനുഷ്യനായാലും ഇത്ര ആർത്തിയുടെ കാര്യമൊന്നും ഇല്ലാട്ടോ. മുറിക്ക് മുറിക്ക്. അതല്ല, ഇത് മുഴുവൻ എടുത്ത് നിന്റെ തലയിടുകയുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ് ഡിയർ വൺസ്. ഡാർക്ക് ചോക്ലേറ്റ് ആണേ. അതെ, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കുറച്ച് പോസിറ്റീവായിട്ട് എടുക്കണം. ജെറി എന്താ പറയണേ? അല്ല, ഞങ്ങളിവിടെ ഒന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ കുറച്ച് നാളായല്ലോ. വന്നിട്ടല്ല, പറ്റിക്കൂടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് വാടകയ്ക്ക് ഒരു ചെറിയ വീടെടുത്ത് അങ്ങോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുക. ചെറിയ വീടാക്കണ്ട, കുറച്ചും കൂടി വലിയ വീടെടുത്താ ഞങ്ങളും കൂടെ അങ്ങോട്ട് വരാം. അതൊക്കെ അതെ, വാടക പോകുന്ന നഷ്ടമാണ്. ഒരു ഫ്ലാറ്റ് വാങ്ങുക, എന്നിട്ട് അതിന്റെ ലോൺ അടച്ചെടുക്കുക അല്ലേ? ഞങ്ങളെന്താണ് തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? കുറച്ച് ഗോൾഡ് ഉണ്ട്, പിന്നെ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്താൽ മതി. ഈസി. അന്നെ ഇറങ്ങി വന്നപ്പം കുറച്ച് സ്വർണം കരുതേണ്ടതായിരുന്നു. കണ്ണുകൾ കൊണ്ടുപോലും പ്രണയിക്കാത്തവരായി ആരാണുള്ളത്? ഈ നിലാവുള്ള രാത്രിയിൽ പ്രേമിക്കാൻ എന്ത് രസമാണല്ലേ. തേനൂറുന്നത് പോലെ മധുരം നിറഞ്ഞ രാത്രി. ഒരു രോമാഞ്ചമായി ഞാൻ വരും. ഇറ്റ്സ് മീ ബിജു. അതെ, പാതിരാക്കോഴികൾ ഈ പരിപാടി നിർത്തിയതെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണിയോടെ കഴിഞ്ഞു കഴിഞ്ഞു. രാത്രി 12 മണിക്ക് ഏറിയേണ്ട പരിപാടി പട്ടാപ്പകല് ചെയ്ത് എടുത്തിട്ട് സ്മൂത്ത് ആയിട്ട് ഇറങ്ങുക അല്ലേ? വെയിലത്താണ് നിലാവ്, നക്ഷത്രം, അമ്പിളിയമ്മാവൻ. രണ്ടുപേർക്ക് സൂചിച്ചില്ലേ? അതൊക്കെ അതെ. പിന്നെ ഇന്നലത്തെ പരിപാടി ഉഗ്രനായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല? അന്നയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അന്നയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുകൂടി കൊണ്ടുപോയിക്കോ. വായിച്ചോ, നമുക്ക് നാളെ മാറ്റി പറയാം. അടുത്ത ദിവസം കാശാ നിനക്ക്. എടാ, ഒരു ബിൽഡേഴ്സിന്റെ ആഡാ, ID ഫിക്സിന്റെ. അവർക്ക് അലോ നമസ്തേ ടീമിന്റെ വോയിസ് തന്നെ വേണമെന്ന്. നമുക്ക് ഈ ഷോയ്ക്ക് മുമ്പ് റെക്കോർഡ് ചെയ്യാം. ദാ സ്ക്രിപ്റ്റ്. പേയ്മെന്റ് എന്ത് വരും? അതൊക്കെ തരാം. അതെ, പൈസ തരാത്ത കേസാണെങ്കിലേ കാതരമായ നിമിഷങ്ങൾ. നിലാവത്തഴിച്ചു വിട്ട കോഴി. അവനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാ മതി, ഞങ്ങൾ ചെയ്യൂല. മക്കളെ, ഏട്ടൻ പൈസ തരും. സമയം കളയണ്ട, ചെയ്തോ. പിന്നെ 5, 10, 100 പറഞ്ഞ് പറയാൻ നിൽക്കരുത് കേട്ടോ. എന്താടാ തരാം. ഞാൻ പൈസ തരാത്ത പോലെ. നമ്മളെ വിറ്റ കാശടയിലുണ്ട്. ട്രയലൊന്ന് പറഞ്ഞു നോക്കിയാലോ? ആയിക്കോട്ടെ, നീ തുടങ്ങിക്കോ. ID ഫിക്സിന്റെ PMP നഗറിലെ ബഡ്ജറ്റ് വില്ല പ്രൊജക്ടുകൾ പൂർത്തിയായി. 2 ബെഡ്റൂം വില്ലകൾ 45 ലക്ഷം രൂപ മുതൽ. ബാങ്ക് ലോൺ സൗകര്യങ്ങളും കമ്പനി അറേഞ്ച് ചെയ്യുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 98. അതെ, 2 ബെഡ്റൂം വില്ലകൾ 45 ലക്ഷം രൂപ. ബാങ്ക് ലോൺ ഉണ്ട്. കൊച്ചിയിൽ PMP നഗറില്. ഡീൽ മാൻ, ഡീൽ. ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്റ്റ് ആണ്. ചെടികളും മരങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ആൻ ഐഡിയൽ ഡീൽ ഫോർ യു ഗൈസ്. ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഗിവ് യു എ ഡിസ്കൗണ്ട്. നിങ്ങളെല്ലാവരും സെലിബ്രിറ്റി കസ്റ്റമേഴ്സ് അല്ലേ? എങ്കിൽ പിന്നെ ബ്ലോക്ക് ചെയ്യട്ടെ. നിനക്കിതിലേതാ ഇഷ്ടമായ? നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുത്തോ, മറ്റേ ഞങ്ങൾ എടുക്കാം. അത് വേണ്ട, നിങ്ങൾ ആദ്യം പറ. ഓക്കെ, ദെൻ ഐ വിൽ ഗിവ് യു ആൻ ഓപ്ഷൻ. ടോസ് ചെയ്ത് തീരുമാനിക്കാം. ടോസ് ഒന്നും വേണ്ട, പ്രിയക്ക് ഏതാ ഇഷ്ടായേ എന്നിട്ട് തീരുമാനിക്കാം. ഇത് കൊള്ളാം അല്ലേ മാതാ? അപ്പൊ മറ്റേ നമുക്ക് എടുക്കാം.
ദീപം തെളിയാ ഉദയനിതാ. നമസ്കാരം. പ്രതിവാദത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടോ പുതിയ താമസക്കാരെ കാണാൻ പോണ്ടേ? ആ ജോക്കീസിനെ. മനസ്സിലായി. ഈ ഷൂട്ട് ഒന്ന് തീർത്തോട്ടെ. ഇത് ഇന്ന് പോണ്ട എപ്പിസോഡാ. വഴക്കോടെങ്കി ഞാൻ വിളിക്കാം. നിങ്ങളുടെ പാർട്ടിക്ക് പശുവിനെ പറ്റി പറയാൻ ഒരു പാർട്ടിനെ പറ്റി പറയാൻ എന്ത് യോഗ്യത ഞങ്ങളുടെ പാട്ടിനെ പറ്റി അനാവശ്യം പറയുന്നു. ഈ പാർട്ടിനെ പറ്റി പറയാനായിട്ടില്ല മോനെ, നീ വളർന്നിട്ടില്ല. അന്ന പതുക്കെ ഫുൾ പൊടിയാ. ഓ, ഈ അസുഖത്തിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം കേട്ടോ. വീട് വൃത്തിയാക്കി ഇടുന്നത് ഒരു അസുഖമാണോ? ആഹാ, എന്തായി കഴിഞ്ഞോ? ഏയ് ചെറുത്. ഹലോ. ഹായ്. ആ വരൂ. ഹലോ. സോ സോറി, രാവിലെ വരാൻ പറ്റില്ല. ചെറിയ തിരക്കിപ്പെട്ടുപോയി. താങ്ക് യു. കൺഗ്രാലേഷൻസ്. താങ്ക് യു. ഇത് പ്രിയ. അതല്ല. ഷാഹിദ, അൻവർ. അറിയാം, സത്യം ന്യൂസിലെ. അതെ. ആ തമ്മിത്തല്ലുണ്ടാക്കുന്ന എന്റെ ഷോയുടെ ടൈം TV, ഇഫ് യു ഡോണ്ട് മൈൻഡ്. അവിടെ താങ്ക് യു. വീട്ടിലും തല്ലുണ്ടാക്കോ? ചോദ്യം ഉയർന്നു വരികയാണ്. എന്താണ് ചോദിച്ചോളൂ. ബീഫും പൊറോട്ടയും. ബീഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരള ജനത ഏറ്റവും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒന്നാണ് ബീഫ് ബാൻ. സുമേഷ് സോറി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഷോട്ട് കളഞ്ഞു അല്ലേ? നിന്റെ അടുക്ക് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇടിച്ച മരിയൊക്കെ എടുത്തേണെന്ന്. എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയ സീനാന്ന് അറിയോ അത്? വേണ്ട, ബാക്കി നാളെ വർത്താനം പറയാം. ജോലിയിൽ തീരെ ആത്മാർത്ഥതയില്ല നീ. ചേച്ചി നമ്മുടെ FM ൽക്കൊന്ന് ഗസ്റ്റ് ആയിട്ട് വരും. അത് നല്ല ഐഡിയ കേട്ടോ. അവിടെ ഇപ്പൊ സമാധാനമായിട്ട് പോകുന്ന സൈറ്റ്. ഭർത്താവിന് നല്ല അഭിപ്രായമാണല്ലോ. അതെ. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ പ്രിയ ഉണ്ടാക്കിയ ഒരു യമ്മി കേക്ക് കഴിച്ചിട്ട് പോവായിരുന്നു. കൊച്ചിയിലെ ഹോട്ട് ഷോട്ട് ബേക്കറാ. നമ്മളെക്കാളൊക്കെ നല്ല വരുമാനമാണ്. അത് കൊള്ളാലേ. അൻവർ എന്ത് ചെയ്യുന്നു? ഞാനൊരു ബിസിനസ് ആണ്. നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി ആണ്. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഇവിടെ സഹായത്തിന് ഒരാളെ കിട്ടുമോ? പാർട്ട് ടൈം മതി. പാർട്ട് ടൈമേ കിട്ടൂ. എനിക്ക് വരുന്നൊരു ശോഭ ചേച്ചി ഉണ്ട്. ഞാൻ ചേച്ചിയെ വിടാം. 2 മണിക്കൂർ നിൽക്കും. പോരെ? ഓക്കെ. ഇവിടെ വേണ്ട. ഞാൻ രാവിലെ പോവും. എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഇൻഫിനിറ്റി സൊല്യൂഷൻസ് HR മാനേജർ. ഓ, ദാറ്റ്സ് നൈസ്. പോവാം. ശരി അപ്പൊ. ഗുഡ് നൈറ്റ്. Good night. Okay. Thanks for coming. Good night. Good night. ഷാഹിദ പറഞ്ഞ ശോഭ ചേച്ചി. ഓ, പ്രിയ കുഞ്ഞ് ഓടാൻ പോയതാണല്ലേ? ഞാനും ഓടാറുണ്ട് ബസിന്റെ പുറകെ. ഓ, ഇത്രയൊക്കെ ചവറുണ്ടോ? ചക്കക്കുരു, ചക്കച്ചൊള, പ്ലാവഴ ഒന്നും പറയണ്ട. ഇതെവിടെയാ കളയാൻ പോകുന്നേ? അയ്യോ, എന്റെ കുഞ്ഞാ നമ്മുടെ സെറ്റിക്കാര് ചെയ്യുന്നത് പോലെ തന്നെ അപ്പുറത്തോന്റെ പറമ്പില്. അയ്യോ, ഇവിടത്തെ അടുക്കള ജോലിയും കഴിഞ്ഞ് 9 മണിക്ക് മുമ്പ് ഷാഹിദ കുഞ്ഞിന്റെ വില്ലയിലെത്തണം. ഉച്ചക്ക് മുമ്പ് തോമസ് സാറിന്റെ വീട്ടിലും. കുഞ്ഞു വാ, അടുക്കളയിലെ സാധനമൊക്കെ ഒന്ന് കാണിച്ചു. ഓക്കെ പ്രിയ, ഞാൻ പോയി റെഡി ആവട്ടെ. രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി. നമ്മളാ പുതിയ താമസക്കാര് അല്ലയോ? 2 മാസമായിട്ട് ഞാനങ്ങ് കാനഡയിലായിരുന്നു, ഇളയ മകളുടെ കൂടെ. അപ്പുറത്തെ കറിയാച്ച സാറാ, അങ്ങേ അറ്റത്തെ വീട്. സാറൊന്നും പുതിയായിട്ട് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. അങ്ങേയറ്റത് വില്ലയിലെയാ കറിയാച്ചൻ സർ. ജെറി. എനിക്കൊരു നോട്ടം ഉണ്ടായിരുന്ന വില്ലകളാ പിള്ളേർക്ക് വേണ്ടി. 40 വരെ പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് റേറ്റ് അങ്ങ് കൂട്ടിപ്പിടിച്ചല്ലയോ?
അതെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അത് അതിന്റെ ഒരു ഈ താടിക്കാരൻ ഫാമിലി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. വെറുതെ അല്ല. എന്റെ കസിൻ വഴി. അതെങ്ങനെ മനസ്സിലാക്കി? ഈ അന്നനെ കേട്ടാ പിന്നെ വില്ല കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണം. വില്ല കൊടുക്കാനോ? അല്ല, ഞാനൊന്ന് പറഞ്ഞിട്ടതാ. അങ്ങനെ ഒരു ആലോചന മനസ്സിലെങ്ങാനും വന്നാൽ എന്നാ ശരി, ഇടയ്ക്ക് വീട്ടിലേക്കൊന്ന് വാ എല്ലാരും കൂടെ. ഇന്നലെ ആലീസ് വിളിച്ചപ്പോ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. സാറിന്റെ ഭാര്യ മൂത്ത മോളുടെ കൂടെ അങ്ങ് US-ലാ. വൈകാതിക്ക് എത്തും.